ഇടുക്കി രാജകുമാരി കുമ്പപ്പാറയിൽ വഴിത്തർക്കത്തിന്റെ പേരിൽ കൂട്ടത്തല്ല്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയടക്കം 9 പേർക്ക് കൂട്ടത്തല്ലിൽ പരിക്കേറ്റു. സംഘർഷത്തിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ രാജാക്കാട് പോലീസ് കേസെടുത്തു. ഇടുക്കി ജില്ലയിലെ രാജകുമാരി കുമ്പപ്പാറയിൽ വഴി ഉപയോഗവുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയടക്കം 9 പേർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു. ഇരുപക്ഷത്തുമുണ്ടായിരുന്ന 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കുമ്പപ്പാറ മടത്തശ്ശേരി രാജു, മക്കളായ ടിനോയ്, ടിൻഡു, ഷാജി എന്നിവർ ചേർന്ന് അയൽവാസികളായ സ്ത്രീകളെ ആക്രമിച്ചുവെന്നാണ് പരാതി. അമ്മ അവിടെ ഹാളിൽ നിൽക്കുമായിരുന്നു, ഞാൻ റൂമിലിരിക്കുമായിരുന്നു. അന്നേരം ഈ ടിനോയി എന്ന് പറയുന്ന ചേട്ടനും ടിൻഡു പിന്നെ ഷാജി ഇവർ 3 പേരും വന്നിട്ട് അമ്മേനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവാ. എനിക്ക് അമ്മ ഇങ്ങനെ പറഞ്ഞത് കാരണം എനിക്കതെൻ്റെ മനസ്സിലുള്ള കാരണം ഞാൻ അപ്പം ഇറങ്ങിയില്ല. നോക്കുമ്പോൾ അമ്മേനെ പിടിച്ചു വലിച്ചുകൊണ്ട് ഞങ്ങളുടെ സിറ്റ് ഔട്ട് കഴിഞ്ഞിട്ട് പോയി. നേരെ നോക്കുമ്പോൾ അമ്മേൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് പിടിച്ച് ശരീരത്തൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. രാജാക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചു. രാജാക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരുടെ പരാതിയിലാണ് ഷാജി കൊച്ചുകരോട്ട് ഉൾപ്പെടെ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തത്. അതേസമയം അയൽവാസികൾക്കെതിരെ മടത്തശ്ശേരി രാജുവും കുടുംബവും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിലും കേസെടുത്തു. ഞാൻ പോയി ഇവരെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഈ ടിൻഡു മടത്തിശ്ശേരി എന്ന് പറയുന്ന വ്യക്തി എന്നെ പിടിച്ച് ഏലക്കാട്ടിലോട്ട് വലിച്ചുകൊണ്ട് പോയി എൻ്റെ ഉടുപ്പെല്ലാം വലിച്ചു കീറിയിട്ട് നിന്നെ ഞാൻ കുറേ നാളായിട്ട് നോക്കിയിരിക്കുമായിരുന്നെന്ന് പറഞ്ഞ് എൻ്റെ ആവശ്യമില്ലാത്ത ശരീരഭാഗത്തെല്ലാം കയറി പിടിച്ച് വയറിൻ്റെ ഇവിടെ എല്ലാം മാന്തി ഇവിടെ എല്ലാം വലിച്ചു കീറി മാന്തി പറിച്ച് ഇവിടെയൊക്കെ നാം കൊണ്ട് പാടുണ്ട്. ഇവിടെ എല്ലാം വലിച്ചു കീറി എൻ്റെ നടുവെല്ലാം ചവിട്ടി കമ്പ് വെച്ച് അടിച്ച് ഇവിടെ എല്ലാം ചതഞ്ഞ് ശരിയായി കിടക്കും. അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ മുകളിലോട്ട് പോകുന്ന കണ്ടപ്പോഴത്തേനും മുകളിൽ നിന്ന് കരച്ചിൽ കേട്ടു. ഞങ്ങൾ ഓടി ചെല്ലുമ്പോൾ മോളിൽ ആ ബിന്ദു കണ്ണങ്കുന്നേൽ നടന്ന് അവരുടെ വീട്ടിൽ ഇതുപോലെ കയറി ആ ചേച്ചീനെ അടിച്ച് ശരിയാക്കി. ആ കൊച്ചിനെ എന്നെ കാണിച്ച പോലെ തന്നെ ഈ ടിനോയി എന്ന് പറഞ്ഞ വ്യക്തി ഇവരെല്ലാവരും കൂടെ ആ കൊച്ചിൻ്റെ അനാവശ്യമായ ശരീരഭാഗങ്ങളെല്ലാം തൊട്ടിട്ട് ആ കൊച്ച് പേടിച്ച് കരഞ്ഞുകൊണ്ട് ഓടുന്നതാണ് ഞങ്ങൾ കാണുന്നത്. സ്ഥലത്തർക്കമാണ് സംഘർഷത്തിന് കാരണമെന്നാണ് നിഗമനം. വിശദമായ അന്വേഷണം നടത്തുകയാണെന്നും പ്രതികൾക്കെതിരെ നിയമാനുസൃത നടപടി സ്വീകരിക്കുമെന്നും രാജാക്കാട് പോലീസ് അറിയിച്ചു. ന്യൂസ് മലയാളം, ഇടുക്കി.